ആ ഭയങ്കരമായ ഫോട്ടോ ഇപ്പോഴും എല്ലാവരുടെ കണ്ണിലും തെളിഞ്ഞിരിക്കുകയാണ്. ഗുണാൽ പേടിച്ച് എല്ലാവരുടെയും നടുക്ക് ശാന്തനായി നിൽക്കുകയാണ്. അനന്യയ്ക്ക് പ്രേതങ്ങളെ വിശ്വാസമില്ല, പക്ഷെ അവളും ആ ഫോട്ടോ കണ്ട് ഒരുപാട് പേടിച്ചിരിക്കുകയാണ്. മതി, നിർത്തിയേക്ക്. എന്നെ കൊണ്ട് ഈ ഷൂട്ടിങ്ങിനെ ചെയ്യാൻ പറ്റില്ല. ഇന്നലെ രാത്രി മുതൽ ഈ പ്രേതം നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് അതിൽ ക്യാമറയിലും കണ്ടിട്ടുണ്ട്. ഗുണാൽ, മതി, ഈ ഡ്രാമ നിർത്ത്. പ്രേതം പിശാചൊന്നുമില്ല. ഒരുപക്ഷെ എന്തെങ്കിലും പഴയ ഫോട്ടോ ആ ക്യാമറയിൽ പതിഞ്ഞതായിരിക്കാം. അതായിരിക്കും നമ്മൾ കണ്ടത്. നീ അതിനെ ശരിയായിട്ട് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. അത് ശരിക്കും വളരെ വിചിത്രമായിട്ടുണ്ടായിരുന്നു. ഷാർ, എന്നെ പോകാൻ അനുവദിക്കൂ പ്ലീസ്. കുണാൽ, റിലാക്സ്. ഇതെല്ലാം ഈ സെറ്റിന്റെ ബ്രഹ്മയാണ്. നീ ഇതിൽ ലീഡ്. നീ ഇല്ലെങ്കിൽ ഈ ഷൂട്ടിംഗ് എങ്ങനെ നടക്കും? കുറച്ചു പോലും ധൈര്യത്തോടെ ഉണ്ടാവണം. സാർ, നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവില്ല. ആ ഫോട്ടോ കാരണം എന്റെ നിമ്മതി പോയിട്ടുണ്ട്. പ്ലീസ് എന്നെ വിശ്വസിക്കുമോനെ. നീ ഞങ്ങൾക്ക് വേണം. നിനക്ക് ഒന്നും സംഭവിക്കാൻ ഞങ്ങൾ വിടില്ല. ഈ ഫിലിം തീർച്ചയായും ഹിറ്റാവും. ഒരു പക്ഷെ നീ ഇവിടുന്ന് പോയാൽ അതിനുശേഷം നീ വരുത്തപ്പെടും. അല്ല, പേടിച്ചത് ഗുണാലാണ്. എന്തിനാണ് എനിക്ക് വിയർക്കുന്നത്? മേക്കപ്പ് ചേട്ടാ. അനന്യ മേക്കപ്പ് മുറിയിൽ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കണ്ണടയിൽ അവളുടെ മുഖം കാണാതായി. അനന്യ അത് കണ്ടിട്ട് ആകെ പേടിച്ചു പോയി. എന്റെ ഫേസ് മിററിൽ എങ്ങനെയാണ് കാണാതായത്? എനിക്ക് എന്തോ ഇത് പ്രേതത്തിന്റെ കളി പോലെ തോന്നുന്നു. എല്ലാരും എന്തിനാ എപ്പോഴും പ്രേതത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ വെറും തോന്നലാണ്. അനന്യ അവിടെ നിന്നും ഷൂട്ടിങ്ങിലേക്ക് പുറപ്പെട്ടു പോയി. അനന്യ ഷൂട്ടിങ്ങിന് വന്നു. ഗുണാൽ പ്രേതത്തിന്റെ ഗെറ്റപ്പിലാണുള്ളത്. വിക്രം ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുന്നു. സീൻ 1 ഷോട്ട് 2. അനന്യ, നീ കോറിഡോറിൽ ഓടിക്കണം. പിന്നെ കുണാൽ, നീ പ്രേതത്തിന്റെ റോൾ പ്ലേ ചെയ്യുന്നു. ലൈറ്റ്സ്, ക്യാമറ, ആക്ഷൻ. ഷൂട്ടിംഗ് സ്റ്റാർട്ടായി. അനന്യ കോറിഡോറിൽ ഓടുകയാണ്. പിന്നെ ഗുണാൽ പ്രേതത്തിന്റെ റോൾ പ്ലേ ചെയ്യുകയാണ്. വിക്രം ക്യാമറ ഹാൻഡിൽ ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു യഥാർത്ഥ പ്രേതം തല വെട്ടപ്പെട്ട് കോറിഡോറിൽ പ്രത്യക്ഷപ്പെട്ടു. അതിന് തലയില്ലായിരുന്നു. അതിന്റെ കയ്യിൽ ഒരു വലിയ കത്തി ഉണ്ടായിരുന്നു. രോഹൻ, എന്താണിത്? ചേട്ടാ, ഞാൻ ഇതിനെ കാസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്ത്? നീ കാസ്റ്റ് ചെയ്തില്ലേ? എന്ന് വെച്ചാൽ ഇത് യഥാർത്ഥ പ്രേതമാണോ? ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലേ, വരൂ ഇവിടെ നിന്ന് പോവാം. ഇത് ഇന്നലെ മുതൽ നമ്മളെ തുരത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് തല വെട്ടപ്പെട്ട പ്രേതം. പ്രേതം കുണാലിനെ ആക്രമിച്ചു. രക്തം കടലുപോലെ ഒഴുകാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ രണ്ടും തുറന്നു തന്നെ കാണപ്പെട്ടു. ആ ടീം ആകെ പേടിച്ച് വിറച്ചു നിന്നു. ആ അനാഥാശ്രമത്തിന്റെ കതക് മൊത്തത്തിൽ മൂടപ്പെട്ടു. എന്താണിത്? വിക്രം, ക്യാമറ ഓഫ് ചെയ്യൂ. വിക്രം ക്യാമറ ഓഫ് ചെയ്തില്ല. ഞാൻ പറയുന്നല്ലേ, ക്യാമറ ഓഫ് ചെയ്. ഞാൻ പറയുന്നത് കേൾക്കില്ലേ? ക്യാമറ തന്നെ താനെ ഓടുന്നു. എന്നെ കൊണ്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. ആ പ്രേതം കുണാലിനെ കൊന്നുകളഞ്ഞു. ഇപ്പോൾ അത് നമ്മളെയും കൊല്ലാൻ പോകുന്നു. ഒരു പക്ഷേ അവനെ ആ പ്രേതം കൊന്നെങ്കിൽ ഇന്നും അവൻ ക്യാമറയിൽ നിൽക്കുന്നത് പോലെ എന്തിനാ കാണുന്നു? അവൻ കുണാലല്ല, അവൻ തല വെട്ടപ്പെട്ടവനാണ്. ക്യാമറ ഫുട്ടേജിൽ നോക്കി. ആ തല വെട്ടപ്പെട്ടവൻ കയ്യിൽ വാളോടെ കോറിഡോറിൽ നിൽക്കുകയാണ്. അവന് തലയില്ല, പക്ഷെ അവന്റെ കയ്യിൽ ഒരു വലിയ വാളുണ്ടായിരുന്നു. ആ തല വെട്ടപ്പെട്ടവൻ നമ്മളുടെ അടുത്താണ് വരുന്നു. അവന് തലയില്ല, കണ്ണുകളും ഇല്ല, എങ്കിലും അവനക്ക് നന്നായിട്ട് കാണുന്നുണ്ടല്ലോ. രോഹൻ, സ്നേഹ, വിക്രം പിന്നെ അനന്യ അവിടെ നിന്നും ഓടി. എന്നിട്ടൊരു വലിയ ഹാളിനകത്ത് ചെന്ന് ഒളിച്ചു. അപ്പോഴാണ് തല വെട്ടപ്പെട്ടവൻ ആ മുറിയുടെ കതകിനടുത്ത് ചെന്നത്. അവൻ ആ വാൾ ഉപയോഗിച്ച് ആ കതക് കീറാൻ തുടങ്ങി. എല്ലാരും ആകെ പേടിച്ചു പോയി. അനന്യ, നീ എന്തിനാ പേടിക്കുന്നത്? നീയല്ലേ പറയും പ്രേതം ഭൂതങ്ങളൊക്കെ ഇല്ല എന്ന്. ഇപ്പോൾ ഇതെന്തിനാ പറയുന്നു? അത് എന്റെ വിശ്വാസമാണ്. ഇപ്പോൾ അത് പോയി. ഇങ്ങനെ അവർ മാറി മാറി സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് തല വെട്ടപ്പെട്ടവൻ കതക് മുറിച്ചുകൊണ്ട് അകത്തേക്ക് വന്നത്. ഞങ്ങളെ ക്ഷമിച്ചേക്ക്, ഞങ്ങളെ വിട്ടേക്ക്. ഒറ്റ കണ്ടീഷൻ കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിട്ടേക്കും. നിങ്ങൾ എന്റെ തലേനെ കൊണ്ടുവന്ന് കൊടുക്കണം. നിന്റെ തല എവിടെയാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അനന്യ പറഞ്ഞത് കേട്ടതും തന്നെ ആ തല വെട്ടപ്പെട്ടവന് ദേഷ്യം വന്നു. പിന്നെ അവളുടെ കഴുത്തിൽ പിടിച്ച് അവളെ കാറ്റത്ത് പൊക്കിയെടുത്തു. അവളെ വിട്, ഞങ്ങൾ നിന്റെ തല തേടിക്കൊണ്ടുവരാം. തല വെട്ടപ്പെട്ടവൻ അനന്യയെ വിട്ടു. എന്റെ തലയിനെ കണ്ടുപിടിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ എല്ലാവരെയും കൊന്നുകളയും. വേണ്ട, ഞങ്ങൾ നിന്റെ തലേനെ കൊണ്ടുവരുന്നു. എന്നെ പറ്റിക്കണമെന്ന് ശ്രമിച്ചു നോക്കല്ലേ. ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പമാണ് ഇരിക്കും.
തല വെട്ടപ്പെട്ടവൻ പോയി. രോഹൻ, സ്നേഹ, വിക്രം പിന്നെ അനന്യ പേടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. അവന്റെ തലയിനെ എവിടെ നിന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരണമെന്ന് അറിയില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇവിടെ നിന്ന് ആർക്കും അറിയാതെ ഓടിപ്പോവാം. ആ തെറ്റൊന്നും ചെയ്യണ്ട, അവൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോയി. നിങ്ങൾ അവന്റെ തലയിനെ തേടിക്കോളൂ, ഞാൻ ഇവിടെ നിന്ന് പാറിപ്പോകുന്നു. ഗുണാൽ പറഞ്ഞത് നേരാണ്. നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ടതായിരുന്നു. നമ്മൾ ഇവിടെ തന്നെ തങ്ങി വലിയ തെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കണമെന്ന് വിചാരിച്ചാൽ ഇരുന്നോളൂ, പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു. വിക്രം അവിടെ നിന്ന് ആർക്കും അറിയാതെ ഓടാൻ തുടങ്ങി. തല വെട്ടപ്പെട്ടവൻ പുറകിൽ വരുമോ എന്ന് അവൻ വളരെ പേടിച്ചിരുന്നു. അതുകൊണ്ട് കുറച്ചു ദൂരം ഓടിയതിനു ശേഷം അവൻ തിരിഞ്ഞു പുറകിലോട്ട് നോക്കി. വിക്രം മെയിൻ ഗേറ്റിലേക്ക് ചെന്നെത്തിയതും തന്നെ അവിടെ ആ തല വെട്ടപ്പെട്ടവൻ വന്നു നിന്നു. അവന്റെ കയ്യിൽ ഒരു വലിയ വാളുണ്ടായിരുന്നു. ഞാൻ മുൻപേ പറഞ്ഞല്ലേ, എന്നെ പറ്റിക്കാൻ ശ്രമിക്കല്ലേ എന്നെ. നീ എന്നെ പറ്റിക്കണമെന്ന് വിചാരിച്ച് വളരെ വലിയ തെറ്റ് ചെയ്തു പോയി. തല വെട്ടപ്പെട്ടവൻ അവനെ ആക്രമിക്കാനായി ചെന്നു. അപ്പോൾ വിക്രം അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് രോഹൻ, അനന്യ, സ്നേഹയുടെ അടുത്തേക്ക് ഓടി. അവരെല്ലാരും നോക്കി തല വെട്ടപ്പെട്ടവൻ അവരുടെ അരികിലേക്ക് വരികയായിരുന്നു. അവരെല്ലാവരും അനാഥ ആശ്രമത്തിന്റെ ബേസ്മെന്റിലേക്ക് ചെന്നെത്തി. എന്നിട്ട് അവിടെ നോക്കി ഒരു മന്ത്രവാദി മരിച്ചു കിടക്കുകയായിരുന്നു. ഇവിടെ യാഗം ചെയ്ത സാധനങ്ങളൊക്കെ ചിതറിക്കിടക്കുന്നു. ഇത് കണ്ടാൽ എങ്ങനെ തോന്നുന്നു വെച്ചാൽ എവരോ ചാവുന്നതിന് മുൻപ് ഇവിടെ യാഗം ചെയ്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ ഒരു പേപ്പർ കഷ്ണം കിട്ടി. അതിലെന്ത് എഴുതിയിരുന്നെന്നാൽ, അതായത് ബേസ്മെന്റിൽ ഒരു പഴയ ആൾത്താറുണ്ട്. അതിൽ ഒരു തലയില്ലാത്ത ശില്പം പിന്നെ ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിൽ എഴുതപ്പെട്ട മന്ത്രങ്ങളെ നിർത്താതെ 7 വട്ടം പറയണം. എന്നാലേ തല വെട്ടപ്പെട്ടവനിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ വഴിയുള്ളൂ. ഇതെങ്ങനെയായിരിക്കുന്നെന്നാൽ ഈ മന്ത്രവാദി അനാഥ ആശ്രമത്തെ ഈ തല വെട്ടപ്പെട്ടവന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോഴാണ് ആ തലയില്ലാത്തവൻ മന്ത്രവാദിയെ കൊന്നുകളഞ്ഞത്. അതുകൊണ്ട് അധികം പുസ്തകത്തിൽ ഇവന്റെ കഥ കഴിക്കാനുള്ള വഴി എഴുതിയിരിക്കുന്നു. തല വെട്ടപ്പെട്ടവന്റെ അടുത്ത് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ആ പഴയ ബോക്സിനെ നമ്മൾ കണ്ടുപിടിക്കണം. രോഹൻ, അനന്യ പിന്നെ സ്നേഹ ആ പഴയ ബോക്സിനെ തേടാൻ തുടങ്ങി. ഒരുപാട് സമയം തേടിയതിനു ശേഷം അവർക്കത് കയ്യിൽ കിട്ടി. ഇതാ കിട്ടിപ്പോയി. അനന്യ ആ ബോക്സ് തുറന്നു. അതിൽ തലയില്ലാത്ത ഒരു ശില്പമുണ്ടായിരുന്നു. പിന്നെ അതിനോടൊപ്പം ആ പുസ്തകവും ഉണ്ടായിരുന്നു. അനന്യ ആ പുസ്തകത്തിൽ എഴുതിയിരുന്നത് വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ തല വെട്ടപ്പെട്ടവൻ പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ അവൻ അവിടെ ഉണ്ടായിരുന്ന സ്നേഹയെ തന്റെ വാളുകൊണ്ട് വെട്ടി. അനന്യ മന്ത്രങ്ങൾ തുടർന്ന് വായിക്കാൻ തുടങ്ങി. പക്ഷേ തല വെട്ടപ്പെട്ടവൻ നിന്നില്ല. അനന്യ വേഗമാവട്ടെ, മന്ത്രം ജോലി ചെയ്തിട്ടില്ല. അനന്യ മന്ത്രങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞു. അപ്പോഴാണ് ആ തല വെട്ടപ്പെട്ടവൻ അവളെ ആക്രമിക്കാൻ ചെന്നത്. വിക്രം പെട്ടെന്ന് തന്റെ ക്യാമറ കയ്യിലെടുത്തു. എന്നിട്ട് തല വെട്ടപ്പെട്ടവനെ ഫോക്കസ് ചെയ്തു. ആ ക്യാമറയുടെ സ്ക്രീനിൽ ഒരു വിചിത്രമായ വെളിച്ചം കാണപ്പെട്ടു. പിന്നെ തല വെട്ടപ്പെട്ടവൻ പുറകിലോട്ട് നടന്നു ചെന്നു. വിക്രം, എന്താണിത്? അവൻ എന്തിനാ ക്യാമറയിൽ നിന്നും ദൂരെ പോകുന്നു? ഞാനൊന്നും ക്യാമറാമാൻ അല്ല, ഞാൻ ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ. ഞാൻ കുറെ ദിവസങ്ങളായിട്ട് തലവെട്ടപ്പെട്ടവന്റെ രഹസ്യങ്ങൾ തേടിക്കൊണ്ടിരുന്നു. ആക്ച്വലായിട്ട് ഈ ക്യാമറ ഒരു സ്പെഷ്യൽ ഡിവൈസ് ആണ്. അത് ശാപം കിട്ടിയവരനെ ബലവീനമാക്കിക്കോളും. ആ തലവെട്ടപ്പെട്ടവന്റെ കഥ പൂർത്തിയാക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നു. എന്റെ അനിയത്തി ഇവിടെയാണ് മരിച്ചു പോയത്. അതിനെ പകവീട്ടണമെന്നാണ് ഞാൻ ഇവിടെ വന്നത്. വിക്രം ക്യാമറയിൽ തല വെട്ടപ്പെട്ടവനെ ഫോക്കസ് ചെയ്തു. ഒരു പവർഫുള്ളായ വെളിച്ചം അവിടെ വന്നു. തല വെട്ടപ്പെട്ടവൻ നിലവിളിക്കാൻ തുടങ്ങി. എന്നാലും അവൻ വിക്രമിനെ ആക്രമിക്കാൻ വന്നു. എന്നിട്ട് അവന്റെ കൈ വെട്ടിക്കളഞ്ഞു. വിക്രം അവിടെ തന്നെ വീണുപോയി. പക്ഷേ ക്യാമറ ഓടിക്കൊണ്ടേയിരുന്നു. അനന്യ തലയില്ലാത്ത ആ ശില്പത്തിനു മുൻപിലിരുന്ന് 6 വട്ടം മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് തലവെട്ടപ്പെട്ടവൻ അവളുടെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് അവളെ ആക്രമിച്ചു. തലവെട്ടപ്പെട്ടവന്റെ കത്തി അനന്യയുടെ കഴുത്തിനടുത്ത് വന്നു. അനന്യ 7ാമത്തെ പ്രാവശ്യം ആ മന്ത്രം പറഞ്ഞു കഴിഞ്ഞതും തന്നെ ആ തലവെട്ടപ്പെട്ടവന്റെ രൂപം പതുക്കെ പതുക്കെ മറയാൻ തുടങ്ങി. പിന്നെ കുറച്ചു സമയത്തിനകം അത് മുഴുവനായി മാഞ്ഞുപോയി. അനന്യയും രോഹനും വിക്രമിനെ പൊക്കിയെടുത്തു. അവന് ജീവനുണ്ട്. അവന്റെ കൈ വെട്ടപ്പെട്ടിരുന്നു. അവൻ രോഹനെയും സ്നേഹയെയും നോക്കി. അവരെല്ലാം അനാഥാശ്രമത്തിൽ നിന്നും പുറത്തു വന്നു. അനാഥാശ്രമത്തിന്റെ കതകും തുറന്നു. പിന്നെ അവരവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ തുടങ്ങി.